Hi traders, welcome back to Market Waves. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റി തന്നെ നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇന്നലെ 24,036 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഏതാണ്ട് 50 പോയിന്റ് ഉയരത്തിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് 24,085 എന്ന ലെവലിലായിരുന്നു. ഇന്നലെ ഞാൻ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ ഏരിയയിൽ ഒരു ഗ്യാപ്പ് ഡൗൺ, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുമെന്നും ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്ത് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും എന്നുമായിരുന്നു. എന്നാൽ ഇന്ന് ഓപ്പൺ ചെയ്തത് തന്നെ ഇന്നലത്തെ ഉയരത്തിന് തൊട്ട് മുകളിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ആ സെയിം പോയിന്റിന് അടുക്കെയാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ തന്നെ ഒന്ന് ഡൗൺ വന്നു. തീർച്ചയായും ഇതിന്റെ മുകളിലോട്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ മൂവ് ചെയ്യുന്നത് കാണുമ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ബേസ് ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാൻ ഒരു കോൾ ഓപ്ഷൻ വാങ്ങിയവർക്ക് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന ഈ ടാർഗറ്റ് 24,124 എന്ന ലെവൽ ആദ്യമേ തന്നെ ലഭിച്ചിരുന്നു. എന്നാൽ ആ ട്രേഡിൽ എൻ്റർ ആകാൻ കഴിയാതിരുന്നവർക്ക് പോലും വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ കിട്ടിയിട്ടുണ്ട് 5 മിനിറ്റ് ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ. ഈ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ഈ ലഭിക്കാവുന്ന ടാർഗറ്റുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എൻ്റർ ചെയ്തവർക്ക് കൃത്യമായ ടാർഗറ്റ് ഞാൻ 24,177.89 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ലഭിച്ചത് 24,174 എന്ന ലെവൽ വരെ ലഭിച്ചിരുന്നു. ടാർഗറ്റ് കിട്ടിയതായി ഞാൻ അപ്പോൾ തന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഉയരം രേഖപ്പെടുത്തിയതിനു ശേഷം വീണ്ടും പ്രൈസ് ഡിക്ലൈൻ വന്നു. ഇന്നലെ ലഭിക്കുമെന്ന് രേഖപ്പെടുത്തിയ ഏരിയയിൽ വന്ന് ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് വീണ്ടും അപ്വേർഡ് ട്രൈ ചെയ്തുവെങ്കിലും പുതിയ ഉയരം തരാൻ കഴിയാതെ നിഫ്റ്റി ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ കിട്ടാതിരുന്നവർക്കും വീണ്ടും തിരിച്ചു കയറി വന്നപ്പോൾ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് ഡൗൺ വന്നു. വീണ്ടും തിരിച്ചു കയറി വന്നപ്പോൾ സെല്ല് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയല്ലോ. എന്നാൽ അതിന് താഴെ പോവുകയാണെങ്കിൽ തൊട്ട് താഴെയുള്ള ലെവലിൽ ടാർഗറ്റായി കിട്ടേണ്ടതാണ്. എന്നാൽ ഇത്ര മാത്രമാണ് നിഫ്റ്റി ഡൗൺ വന്നത്, കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വൃത്തിയായി ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്ന സിറ്റുവേഷൻ മാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. തീർച്ചയായും പ്രൈസ് ആക്ഷൻ പ്രകാരം എങ്ങനെ പ്രൈസ് മൂവ് ചെയ്യുന്നു, ക്യാൻഡിൽ പാറ്റേണുകളെ പഠിക്കാൻ കഴിഞ്ഞാൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെ ഉപയോഗപ്രദമാക്കുമെന്ന് അറിയാൻ കഴിയുന്നവർക്ക് ഇത് കൃത്യമായി ട്രേഡ് ചെയ്യാൻ കഴിയും. അത്തരത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ ധാരാളം പേർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഇന്നലെ എനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത, എന്നാൽ എൻ്റെ വീഡിയോയിലൂടെ മാത്രം കാണുകയും അതിൻ്റെ ക്ലാരിറ്റി മനസ്സിലാക്കുകയും അത് ഉപയോഗപ്രദമാണ് എന്ന് തിരിച്ചറിഞ്ഞ ചിലർ തുടർച്ചയായി എനിക്ക് നല്ല സാമാന്യം മോശമല്ലാത്ത P&L ഡെയിലി അയച്ചു തരുന്നവരുടെ ഒരാളുടെ ഞാൻ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പെർമിഷനോടുകൂടി പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ മറ്റൊരാൾ അയാളുടെ P&L ഞാനുമായി കണക്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ഒരു വോയിസ് ക്ലിപ്പും P&L നൽകിയിരുന്നു. അതും നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വ്യക്തികൾക്ക് തീർച്ചയായും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു കാര്യം ചെയ്താൽ ഈ ചാനലിനത് പ്രൊമോഷൻ ആകുമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് ഈ ചാനൽ അവർക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ സ്വമേധയാ ചെയ്തതാണ്. സാധാരണഗതിയിൽ എല്ലാവരും ഇത്തരം വീഡിയോകൾ കണ്ട് അവരവരുടെ കാര്യം സാധിച്ചു പോകുമ്പോൾ ചിലരെങ്കിലും ഇതിന്റെ ഗുണം തിരിച്ചറിഞ്ഞ് ഇത് പ്രൊമോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ച് സ്വമേധയാ മുന്നോട്ട് വരുന്നു എന്നുള്ളത് അഭിനന്ദനാർഹം തന്നെയാണ്. എന്നാൽ ഒട്ടനവധി പേർ 10,000-ൽ താഴെയുള്ള പ്രോഫിറ്റുകൾ ഡെയിലി എനിക്ക് അയച്ചു തരാറുണ്ട്. സ്ഥിരമായി 3,000, 3,500, 1,800 അങ്ങനെയുള്ള ലാഭങ്ങൾ എടുക്കുന്ന ഒട്ടനവധി പേരുണ്ട്. എന്തായിരുന്നാലും ഇത് വളരെയധികം പേർക്ക് എൻ്റെ ഈ ലെവലുകൾ മാർക്കറ്റ് വേഴ്സിൽ രേഖപ്പെടുത്തി വിടുന്ന ലെവലുകൾ പ്രയോജനകരമാകുന്നു, ഗുണകരമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, അഥവാ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ ഇത് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കുക എന്ന് പറയുന്ന കാര്യത്തിലോട്ടായി മാറിയിരിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് ഏറ്റവും
മുൻകാലങ്ങളിൽ ഞാൻ സ്വന്തം ട്രേഡ് ചെയ്യുമ്പോൾ ചെയ്തിരുന്നതിനേക്കാളും ഏറെ ശ്രദ്ധയോടെ അത്രയും സമയം ചെലവഴിച്ച് തന്നെയാണ് ഞാൻ ഇത് അനലൈസ് ചെയ്ത് റെഡിയാക്കി പോസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഗുണകരമാകുന്നുണ്ട് എങ്കിൽ സന്തോഷം തന്നെ. പക്ഷേ ഞാൻ പറയുന്നു, ഞാൻ പ്രത്യേകിച്ച് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ അങ്ങനെയൊന്നുമല്ല. എൻ്റെ സ്വന്തമായ നിരന്തരം ദീർഘകാലത്തെ പരിചയത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഇത്. എനിക്ക് വേണ്ടി തയ്യാറാക്കുന്ന വ്യക്തിപരമായ പ്ലാൻ തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനകരമാകുന്നു, നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ എല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ മാത്രമായിരിക്കണം. എനിക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഇത് ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് പൂർണ്ണമായും നിങ്ങളുടെ താല്പര്യം മാത്രമാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ലെവലുകളെ, പ്രൈസ് മൂവ്മെന്റ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് അഥവാ തിങ്കളാഴ്ചത്തേക്ക് അടുത്ത ട്രേഡിംഗ് ദിനത്തിലേക്ക് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ, മാർക്കറ്റ് വേഴ്സിൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അടുത്ത ട്രേഡിംഗ് ദിനത്തിൽ ആദ്യമായി ലഭിച്ചേക്കാമെന്ന് കരുതുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവൽ 24,060 എന്ന ലെവലിലാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലത്തെ പ്രധാന സപ്പോർട്ട് എന്ന് പറയുന്നത് 23,952 എന്ന ലെവൽ തന്നെയാണ്. ഇന്നത്തെ ലോ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 23,984 അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനാണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ ഒരു തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ 24,60 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ലെവലിന് മുകളിൽ കയറി ക്ലോസ് ആവുക, വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുക, അങ്ങനെ ഈ ലെവലിന് മുകളിൽ കയറി ഒരു മണിക്കൂർ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് തന്നെ സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഹൈ, അതായത് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ 24,774 എന്നതിന് മുകളിൽ പ്രൈസ് കിടക്കുകയാണ്, ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അവിടെ ഹോൾഡ് ആവുകയാണ് എങ്കിൽ, ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ പ്രൈസിന് വീണ്ടും ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലുകൾ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രധാനമായി ലഭിക്കാവുന്ന ഞാൻ കരുതുന്ന ഒരു ലെവലാണ് 24,237. മറ്റ് ലെവലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് കരുതുന്നു. ഓക്കെ. എന്നാൽ ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അതായത് ഈ ലെവലിന് താഴെയൊക്കെ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതുക. എങ്കിലും ഇതെല്ലാം സ്ട്രോങ് സപ്പോർട്ട് ലെവലുകൾ തന്നെയാണ്. നിഫ്റ്റി അല്ല എല്ലാ ഇൻഡെക്സുകളും നല്ല ബുള്ളിഷ് തന്നെ ആയതുകൊണ്ട് ഒരു പക്ഷേ പ്രൈസിന് ഇവിടെ എവിടെ നിന്ന് വേണമെങ്കിലും വളരെ വേഗത്തിൽ തന്നെ അപ്വേർഡ് ഡയറക്ഷനിൽ ടേൺ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുന്നവർ തീർച്ചയായും ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിർത്തേണ്ടതാണ്. അതല്ലാത്ത പക്ഷം നമ്മളുടെ ലെവലിൽ നിന്ന് വിട്ടുപോയാൽ ഒരുപക്ഷെ പുതിയ ഉയരം വീണ്ടും നിഫ്റ്റി തന്നാൽ നമ്മളുടെ പുട്ട് ഓപ്ഷൻ തീർച്ചയായും ഇറങ്ങി വരാൻ സമയമെടുത്തേക്കാം. ടൈം ഡീക്കെ പ്രീമിയം മെൽറ്റിങ്ങിന് കാരണമാകുമ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ടായി പോകാനുള്ള സാധ്യതയാണ് അതത് വീക്കിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് സംഭവിക്കാനിടയുള്ളത്. അതുകൊണ്ട് ഈ ലെവലുകൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ ട്രേഡ് ചെയ്യേണ്ടതാണ്. ആ തരത്തിൽ തന്നെയാണ് കോൾ ഓപ്ഷനും. നിഫ്റ്റി വളരെ ഉയരത്തിലാണെന്ന് വേണം പറയാൻ. എപ്പോൾ വേണേലും ഒരു കറക്ഷൻ ലഭിക്കാവുന്നതാണ്, അതും ശ്രദ്ധിച്ചു വേണം. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും
ട്രേഡ് ചെയ്യുമ്പോൾ തീർച്ചയായും സ്റ്റോപ്പ് ലോസുകൾ വളരെ നിർബന്ധമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നാളത്തെ അഥവാ അടുത്ത വർക്കിംഗ് ഡേയിലെ മാർക്കറ്റ് ഡേയിലെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് അല്പം ഡിക്ലൈൻ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവൽ എന്ന ലെവലിൽ ഞാൻ 52,531 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ 51,786 എന്ന ലെവലിലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്ലോസ് ആയ ബാങ്ക് നിഫ്റ്റി നാളെ അഥവാ അടുത്ത മാർക്കറ്റ് ദിനത്തിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി ഈ ഏരിയയിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇവിടെ നൽകുകയാണെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് നൽകുന്നതെങ്കിൽ, ഇത് അല്പം ഡിക്ലൈൻ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. തീർച്ചയായും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു മൂവ് കിട്ടുകയാണ് എങ്കിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിച്ചാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ, പിന്നീടുള്ള ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിലും താഴെ ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം 51,786 എന്നാണ് കരുതുന്നത്. അങ്ങനെ വീണ്ടും ഡിക്ലൈൻ തരികയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 51,786, 557, 367, 246 എന്നിങ്ങനെ ലെവലുകൾ കാണാമെന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ലെവലുകൾ രേഖപ്പെടുത്തുക. എന്നാൽ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ മാത്രം കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ, അതായത് ഈ ലെവലിന് മുകളിൽ അങ്ങനെ ഈ ലെവലിനെ അങ്ങ് കയറി വരികയാണ് എങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായി എൻ്റർ ആവുകയോ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യുകയോ ചെയ്യാൻ ആണ് ഞാൻ ശ്രമിക്കുക, ഞാൻ ട്രേഡ് ചെയ്യുന്ന പക്ഷം. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാകും എല്ലാവർക്കും എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ്, അപ്വേർഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഇതിനു മുകളിൽ വീണ്ടും ടാർഗറ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ, ഇതിനു മുകളിൽ കടന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ പുതിയ ടാർഗറ്റുകൾ അപ്പോൾ ഞാൻ കാണുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ട്രേഡിംഗ് ലെവൽ എന്ന് നോക്കാം. 79,280 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റന്റ് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 78,847 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന കരുതുന്ന സപ്പോർട്ടായി കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ 79,280 മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്ന് പറഞ്ഞാൽ 79,411 എന്ന ലെവലൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ മാത്രം ഒന്നുകിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യും, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ കണക്കാക്കുന്നതുകൊണ്ട് റീ എൻ്റർ ചെയ്തേക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ പ്രൈസ് കടക്കുകയും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയും ചെയ്യുകയാണ് എങ്കിൽ മാത്രം വീണ്ടും ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. എന്നാൽ പ്രൈസ് അപ്വേർഡ് തന്നെ സഞ്ചരിക്കുന്ന പക്ഷം വീണ്ടും ലഭിക്കാവുന്ന ടാർഗറ്റുകൾ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്.
എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നത് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അത് ഏതായിരുന്നാലും അതാണ് ആ ലെവൽ കണക്കാക്കിക്കൊണ്ട് അതൊരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 78,847 എന്ന ലെവലാണ്. അതിന് താഴെ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണെങ്കിലും അതിന് താഴെ ക്ലോസ് ആവുകയാണ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ എങ്കിൽ, അതായത് 78,753 താഴെ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അല്പം കൂടി ഡൗൺ സൈഡിലേക്ക് പോന്നേക്കാം എന്നാണ് കരുതുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം. എന്നാലും ഇവിടമെല്ലാം നല്ല സപ്പോർട്ട് ലെവലുകളാണ്, സ്ട്രോങ് ആണ്. അതുകൊണ്ട് പ്രൈസ് എപ്പോൾ വേണമെങ്കിലും ഈ ഏരിയയിൽ നിന്നെല്ലാം ഒരു അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം സ്റ്റോപ്പ് ലോസുകൾ കണക്കാക്കിക്കൊണ്ട് തന്നെ ട്രേഡ് ചെയ്യണമെന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം കൃത്യമായ ലെവലുകൾ പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയും. ഒരുപക്ഷെ ഈ കുറച്ച് ലെവലുകൾ മാത്രം ഇമ്പോർട്ടൻ്റ് ആയി രേഖപ്പെടുത്തിയാലും മതിയാകും എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് സ്ഥിരമായി നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ ഈ ലെവലുകൾ രേഖപ്പെടുത്തി കിടക്കുന്നുണ്ടാവും. ഈ ലെവലുകൾക്കൊന്നും ഞാൻ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ പതിവ് ഡയലോഗ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്ഥിരമായി കാണുന്നവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, അതുപോലെ അവർ ചെയ്യട്ടെ. അപ്പോൾ എല്ലാവർക്കും അടുത്ത ദിവസവും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ, നല്ല ലാഭം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്